പ്രിയപ്പെട്ട കൂട്ടുകാരെ, മൈക്രോസോഫ്റ്റ് എക്സലിലെ if എന്ന ലോജിക്കൽ ഫംഗ്ഷനെ കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു സെല്ലിലെ കണ്ടൻറ്റിൽ നമുക്ക് ആവശ്യമുള്ള ലോജിക്കൽ ടെസ്റ്റ് നടത്തി അത് ട്രൂ ആണെങ്കിൽ ഒരു വാല്യൂവും അത് ഫോൾസ് ആണെങ്കിൽ മറ്റൊരു വാല്യൂവും ഡിസ്പ്ലേ ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന എക്സലിലെ ലോജിക്കൽ ഫംഗ്ഷനാണ് if എന്ന ലോജിക്കൽ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാനും ചില സന്ദർഭങ്ങളാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. വരൂ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇറ്റ് ഈസ് മീ ഷെരീഫ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഷെരീസ് ബൈനറി കഫേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മൈക്രോസോഫ്റ്റ് എക്സലിലെ ഈഫ് ഫംഗ്ഷനെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഒരു സെല്ലിലുള്ള വാല്യൂ മറ്റൊരു വാല്യൂവുമായി കമ്പയർ ചെയ്ത് ആ കമ്പാരിസൺ ട്രൂ ആണെങ്കിൽ ഒരു റിസൾട്ടും അത് ഫോൾസ് ആണെങ്കിൽ മറ്റൊരു റിസൾട്ടും ഡിസ്പ്ലേ ചെയ്യിക്കാനാണ് നാം ഈഫ് ഉപയോഗിക്കുന്നത്. വളരെ ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ ഇതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഒരു മാർക്ക് ലിസ്റ്റ് ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ റോൾ നമ്പറും രണ്ടാമത്തെ കോളത്തിൽ സ്റ്റുഡൻസിൻ്റെ ടോട്ടൽ മാർക്കും കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റസ് എന്ന കോളത്തിൽ സ്റ്റുഡൻറ്റ് പാസ്സാണോ ഫെയിലാണോ എന്ന് ഡിസ്പ്ലേ ചെയ്യിക്കണം. നമ്മൾ സാധാരണഗതിയിൽ ഒരു സ്റ്റുഡൻറ്റ് പാസ്സാണോ ഫെയിലാണോ എന്നെങ്ങനെയാണ് തീരുമാനിക്കുക? അതായത് ഒരു പാസിംഗ് സ്കോർ ഉണ്ടാവും, ഒരു പാസിംഗ് മാർക്ക് ഉണ്ടാവും. അപ്പോൾ സ്റ്റുഡൻസിന് കിട്ടിയ ടോട്ടൽ മാർക്ക് നമ്മൾ ആ പാസിംഗ് മാർക്കുമായിട്ട് കമ്പയർ ചെയ്യും. ഈ ടോട്ടൽ മാർക്ക് പാസിംഗ് മാർക്കിന് ഈക്വലോ അതിൽ കൂടുതലോ ആണെങ്കിൽ നാം പറയും സ്റ്റുഡൻറ്റ് പാസ്സാണെന്ന്. അല്ലെങ്കിൽ അതായത് പാസിംഗ് മാർക്കിനേക്കാൾ കുട്ടിക്ക് കിട്ടിയ ടോട്ടൽ മാർക്ക് കുറവാണെങ്കിൽ നമുക്ക് ഫെയിലാണ് എന്ന് രേഖപ്പെടുത്തണം. അപ്പോൾ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സ്റ്റാറ്റസിൻ്റെ കോളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്യുക. ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫംഗ്ഷനായ ഈഫ് ടൈപ്പ് ചെയ്യുക. ഈഫ് ടൈപ്പ് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ബ്രാക്കറ്റിനകത്ത് 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ലോജിക്കൽ ടെസ്റ്റ്, ഒന്നാമത്തത് ലോജിക്കൽ ടെസ്റ്റാണ്. ഇവിടെ ലോജിക്കൽ ടെസ്റ്റ് എന്താണ്? ടോട്ടൽ മാർക്കാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. ടോട്ടൽ മാർക്ക് പാസിംഗ് മാർക്കുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. പാസിംഗ് മാർക്ക് ഞാനിവിടെ 400 ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 400. ഇതാണ് എൻ്റെ ലോജിക്കൽ ടെസ്റ്റ്. അതായത് ടോട്ടൽ മാർക്ക്, കുട്ടിക്ക് കിട്ടിയ ടോട്ടൽ മാർക്ക് പാസിംഗ് മാർക്കായ 400മായിട്ട് കമ്പയർ ചെയ്യുന്നു. 400 ഈക്വലൻ്റ് ആണോ, അതായത് അതിനേക്കാൾ കൂടുതലാണോ എന്നതാണ് ലോജിക്കൽ ടെസ്റ്റ്. അതിനുശേഷം ഒരു കോമ എടുക്കുക. ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലോജിക്കൽ ടെസ്റ്റാണ്. അത് കഴിഞ്ഞ ശേഷം ഒരു കോമ എടുക്കുക. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് വാല്യൂ ഈഫ് ട്രൂ, അതായത് ഈ ഒരു കമ്പാരിസൺ ട്രൂ ആണെങ്കിൽ എന്ത് വാല്യൂ ആണ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്ന് ടൈപ്പ് ചെയ്യുക. എനിക്കിവിടെ ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത് പാസ് എന്നാണ്. ഇതൊരു ടെക്സ്റ്റ് വാല്യൂ ആയതുകൊണ്ട് കൊട്ടേഷൻ മാർക്കിൽ വേണം, കൊട്ടേഷൻ മാർക്കിനകത്ത് വേണം ടൈപ്പ് ചെയ്യാൻ. അതുകൊണ്ട് ഒരു കൊട്ടേഷൻ ഓപ്പൺ ചെയ്തിട്ട് പാസ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക, ഒരു കോമ എടുക്കുക. അതായത് രണ്ടാമത്തെ ആർഗ്യുമെൻറ്റും കംപ്ലീറ്റ് ആയി. വാല്യൂ ഈഫ് ട്രൂ എന്നുള്ള ആർഗ്യുമെൻറ്റ് കംപ്ലീറ്റ് ആയി. ഇനി മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് വാല്യൂ ഈഫ് ഫോൾസ് ആണ്. അതായത് ടോട്ടൽ മാർക്ക് പാസിംഗ് മാർക്കിനേക്കാൾ കൂടുതലോ ഈക്വലൻ്റോ അല്ല എങ്കിൽ എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതാണ് ചോദിക്കുന്നത്. അത് ഫെയിൽ എന്നാണ് കാണിക്കേണ്ടത്. അതും കൊട്ടേഷൻ മാർക്കിനകത്ത് ഫെയിൽ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്രാക്കറ്റിനകത്തുള്ളത്. ഈക്വൽ ടു ഈഫ് എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒന്നാമത്തെ ലോജിക്കൽ ടെസ്റ്റ് കോമ, ആ ലോജിക്കൽ ടെസ്റ്റ് ട്രൂ ആണെങ്കിൽ എന്ത് വാല്യൂ ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതാണ് വാല്യൂ ഈഫ് ട്രൂ. നമ്മുടെ ഇവിടെ പാസ് എന്നാണ് കാണിക്കേണ്ടത്. വീണ്ടും കോമ എടുക്കുക, വാല്യൂ ഈഫ് ഫോൾസ്, അതായത് ഈ ലോജിക്കൽ ടെസ്റ്റ് ഫോൾസ് ആണെങ്കിൽ എന്ത് വാല്യൂ ആണ് കാണിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ 3 ആർഗ്യുമെൻറ്റും കറക്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുക. അപ്പോൾ ഒന്നാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് 300 ആണ്. അത് പാസിംഗ് മാർക്കായ 400നേക്കാൾ താഴെയാണ്, അതുകൊണ്ട് ഫെയിലായി. ഇനി ആ റിസൾട്ട് സെലക്ട് ചെയ്തതിന് ശേഷം റിസൾട്ടിൻ്റെ സെല്ലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഫോർമുല നമുക്ക് താഴേക്ക് ഫില്ല് ചെയ്യാം. ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് താഴേക്ക് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനത് സെലക്ട് ചെയ്ത് സെൻറ്റർ അടിച്ചു. 400ഓ അതിൽ കൂടുതലോ മാർക്ക് കിട്ടിയ സ്റ്റുഡൻറ്റിന് നേരെ പാസ് എന്നും 400ന് താഴെ മാർക്ക് കിട്ടിയ സ്റ്റുഡൻറ്റിന് നേരെ ഫെയിൽ എന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഏതെങ്കിലും ഒരു മാർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ
ചേഞ്ച് ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് 1006 എന്നുള്ള റോൾ നമ്പറുള്ള കുട്ടിയുടെ മാർക്ക് 888 ആണ്. അത് പാസ്സാണ്. ഞാനത് 399 എന്നാക്കി മാറ്റുകയാണ്. അപ്പോൾ അത് ഫെയിൽ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് റിസൾട്ടാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, പാസ് അല്ലെങ്കിൽ ഫെയിൽ. അതുകൊണ്ട് നമ്മൾ ഒരു ഈഫ് ഉപയോഗിച്ച് നമ്മൾ രണ്ട് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യിച്ചു. ഇനി ഒന്നിൽ കൂടുതൽ റിസൾട്ട് കാണിക്കാനുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാനുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇവരുടെ ഗ്രേഡ് കൂടി നമുക്ക് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഗ്രേഡ് കൂടി കാണിക്കാം എന്നുള്ളതാണ് ഷീറ്റ് നമ്പർ 2-ൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഷീറ്റ് നമ്പർ 2-ൽ ഗ്രേഡ് എന്നുള്ളൊരു കോളം കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്രേഡ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രേഡ് മാർക്ക് 900-ൽ മുകളിലാണെങ്കിൽ A+ എന്നും 800-നും 900-നും ഇടയിലാണെങ്കിൽ A എന്നും 700-ഉം 800-നും ഇടയിലാണെങ്കിൽ B+ എന്നും 600-നും 700-നും ഇടയിലാണെങ്കിൽ B എന്നും 500-ഉം 600-നും ഇടയിലാണെങ്കിൽ C+ എന്നും ഇങ്ങനെ പോകുന്നു. ഇങ്ങനെയാണ് ഗ്രേഡ് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ അതായത് ടോട്ടൽ നമുക്ക് 1, 2, 3, 4, 5, 6, 7 റിസൾട്ട് കാണിക്കാനുണ്ട്. 7 റിസൾട്ട് കാണിക്കണമെങ്കിൽ നമ്മൾ 6 ഈഫ് ഉപയോഗിക്കണം. അതായത് ഈഫിനകത്ത് ഈഫ്, നെസ്റ്റഡ് ഈഫ് എന്നാണ് നമ്മൾ പൊതുവെ ഇതിന് പറയുക. വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈക്വൽ ടു ഈഫ് എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഒന്നാമത്തെ ലോജിക്കൽ ടെസ്റ്റ് നമ്മൾ ടോട്ടൽ മാർക്കാണ്. ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 900 ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ടോട്ടൽ മാർക്ക് 900-ന് ഈക്വലൻ്റ് ആണോ അതിൽ കൂടുതലാണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ A+ എന്ന റിസൾട്ടാണ് എനിക്ക് കാണിക്കേണ്ടത്. അപ്പോൾ കൊട്ടേഷൻ മാർക്കിനകത്ത് A+ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഈഫിൻ്റെ വാല്യൂ ഈഫ് ട്രൂ. ഇനി മാർക്ക് 900-ന് ഈക്വലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നമുക്ക് വേറെ ഗ്രേഡ് പറയാൻ കഴിയില്ല. A ആണെന്നോ B ആണെന്നോ പറയാൻ കഴിയില്ല. കാരണം വീണ്ടും ടെസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ അത് 800 മുകളിലായിരിക്കാം, ചിലപ്പോൾ 700 മുകളിലായിരിക്കാം, ചിലപ്പോൾ 400 താഴെ ആയിരിക്കാം. അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണം. ഈക്വൽ ടു ഈഫ് എന്നതിന് പകരം നമ്മൾ കൊമേറ്റിട്ട് വീണ്ടും ഒരു ഈഫ് തുടങ്ങുകയാണ്. ഇവിടെ ഈഫ് ബ്രാക്കറ്റ് ഇടുക. വീണ്ടും ലോജിക്കൽ ടെസ്റ്റ് എന്താണ്? ടോട്ടൽ മാർക്ക് തന്നെയാണ് വീണ്ടും ലോജിക്കൽ ടെസ്റ്റ്. അതേ ടോട്ടൽ മാർക്ക് തന്നെയാണ് വീണ്ടും ലോജിക്കൽ ടെസ്റ്റ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇത്തവണ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് 800-ന് മുകളിലാണോ നോക്കുക. 800-ന് മുകളിലാണെങ്കിൽ നമുക്ക് A എന്ന ഗ്രേഡ് കൊടുക്കാം. അതും കൊട്ടേഷൻ മാർക്കിനകത്ത് വേണം കൊടുക്കാൻ, കോമ. അപ്പോൾ 800-ന് മുകളിലാണെങ്കിൽ A വേണം, 900-ന് മുകളിലാണെങ്കിൽ A+ വേണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് 800-ന് താഴെയാണെങ്കിലോ നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്യണം. 700-ന് മുകളിലാണോ നോക്കണം. ഈഫ് വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലോജിക്കൽ ടെസ്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 700. അപ്പോൾ 700-ന് മുകളിലാണെങ്കിൽ ഏത് ഗ്രേഡാണ് നമ്മൾ കൊടുക്കുന്നത്? B+ എന്നുള്ള ഗ്രേഡാണ് കൊടുക്കുന്നത്, കോമ. ഇനി 700-ന് താഴെയാണെങ്കിൽ വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അടുത്ത ഈഫ് കൊടുക്കുക, വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 600 ആണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ടത്, കോമ. 600-ന് മുകളിലാണെങ്കിൽ B ഗ്രേഡാണ് കൊടുക്കുന്നത്. കൊട്ടേഷനകത്ത് B ടൈപ്പ് ചെയ്തിട്ട് വീണ്ടും അടുത്ത ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇത്തവണ ചെയ്യേണ്ടത് 500 ആണ്, കോമ. 500-ന് മുകളിലാണെങ്കിൽ C+ ആണ് കൊടുക്കുന്നത്. കൊട്ടേഷനകത്ത് C+ ടൈപ്പ് ചെയ്യുക, കോമ. വീണ്ടും ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ടോട്ടൽ മാർക്കിൻ്റെ കുളം ക്ലിക്ക് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇത്തവണ 400 ആയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്, കോമ. ലാസ്റ്റ് ഗ്രേഡ് C ഗ്രേഡാണ് അടുത്തത്, അതും കൊട്ടേഷനകത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു ഗ്രേഡ് മാത്രമേ ബാക്കിയുള്ളൂ. 400-ന് മുകളിലാണെങ്കിൽ നമ്മൾ C ഗ്രേഡ് കൊടുത്തു. ഇനി 400-ന് താഴെയാണെങ്കിൽ പിന്നെ വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 400-ന് താഴെയുള്ള എല്ലാം നമ്മൾ D ഗ്രേഡാണ്. അതുകൊണ്ട് ലാസ്റ്റത്തെ റിസൾട്ട് നമ്മൾ കൊട്ടേഷനകത്ത് D ഗ്രേഡ്, വാല്യൂ ഈ ഫോൾസ് ആണത്. അതിനുശേഷം എത്ര ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എല്ലാ ബ്രാക്കറ്റും നമ്മൾ ക്ലോസ് ചെയ്യണം. ഓക്കെ, എൻ്റർ അടിക്കുക. ഫോർമുല താഴേക്ക് ഫില്ല് ചെയ്യുക.
സെൻറ്റർ ആക്കാം. അപ്പോൾ ഗ്രേഡ് നിങ്ങൾക്ക് കാണാം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, 900 മുകളിലാണെങ്കിൽ A+. ഈ 900 മുകളിലുള്ളത് ഞാനിപ്പോൾ 500 മുകളിലേക്ക് മാറ്റാണ്, 532 ആക്കി. ഗ്രേഡ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒന്നിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ 3 റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ 2 ഈഫ് ഉപയോഗിക്കണം, 4 റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ 3 ഈഫ് ഉപയോഗിക്കണം. ഇവിടെ നമുക്ക് 7 റിസൾട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മളിവിടെ 6 ഈഫാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈഫിൻ്റെ ഉപയോഗം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. തീർച്ചയായും പ്രാക്ടീസ് ചെയ്യണം. മുൻകഴിഞ്ഞ ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർ അതും കാണണം. എക്സൽ പഠിക്കുകയോ പഠിക്കാൻ താല്പര്യപ്പെടുകയോ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടി ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളെ സഹായിക്കണം. മറ്റൊരു വിഷയമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ് ഈസ് മീ ഷെരീഫ് സൈനിങ് ഓഫ്.